സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇസ്രയേൽ ഗാസയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കുരുക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഗാസയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാകെ പുറത്തു വന്നത്. അതിനെ ക്രോഡീകരിച്ച് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗാസക്കാർക്ക് ചതി ഒരുക്കിയാണ് ഇസ്രയേൽ ഗാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് യുദ്ധാനന്തരം ഗാസയിൽ സംഭവിക്കുന്നത് എന്ത് എന്നതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ അവിടെ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാതും വാർത്തയിൽ കണ്ടിരുന്നു. ഗാസയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ ഹമാസ് നടത്തുന്ന നീക്കങ്ങളാണ് ഇതിന് കാരണമെന്നാണ് പ്രചാരണം നടക്കുന്നത്. ഒപ്പം ഹമാസ് വധശിക്ഷ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒറ്റപ്പെട്ട രീതിയിൽ ഇസ്രയേലി സൈന്യം വീണ്ടും വെടിനിർത്തൽ ലംഘിച്ച് മനുഷ്യക്കുരുതി നടത്തുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ഗാസയെ വീണ്ടും കൂട്ടക്കുരുതിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇസ്രയേൽ നടത്തുന്ന നിഴൽ നീക്കങ്ങളാണ് എന്നാണ് ഗാസയിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം പറയുന്നത്. എന്താണ് ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ ഇട്ടിരിക്കുന്ന ആ പൂട്ട്? അതിനെ അതിജീവിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ എന്തെല്ലാം വിശദമായി അറിയാം. അതിനു മുമ്പ് ഗാസയിൽ നിന്നുള്ള സന്തോഷമുള്ള എന്നാൽ വൈകാരികമായ ഒരു ദൃശ്യം കാണാം. ഇസ്രയേലിന്റെ തടവിലായിരുന്ന പലസ്തീൻ ഫോട്ടോ ജേർണലിസ്റ്റായ ഷാദി അബു സിദോ തന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കുന്നതിന്റെ ദൃശ്യമാണ് ഇത്. ഖാൻ യൂനിസിലെ കുടുംബ വീട്ടിലെത്തിയ അബു സിദോയുടെ കൈകളിലേക്ക് ഭാര്യ ഹന ബഹുലിൽ ചാടിക്കേറി. തീർത്തും വൈകാരികമായ നിമിഷം. ഒരു പ്രാന്തനെ പോലെയാണ് അബു കുടുംബത്തെ കണ്ടപ്പോൾ പെരുമാറിയത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അബു സിദോയോട് തടവിൽ കഴിയുമ്പോൾ ഇസ്രയേലി സൈന്യം പറഞ്ഞിരുന്നത് തൻ്റെ ഭാര്യയും കുഞ്ഞുമക്കളും കൊല്ലപ്പെട്ടു എന്നായിരുന്നു. അബുവിനെ മാനസികമായി തളർത്താൻ വേണ്ടി തന്നെയാണ് അവരാ കള്ളം പറഞ്ഞത്. അന്ന് തൻ്റെ ലോകം തന്നെ ഇല്ലാതായി എന്നാണ് തനിക്ക് തോന്നിയതെന്ന് അബു സിദോ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തിങ്കളാഴ്ച മോചിപ്പിക്കപ്പെട്ടപ്പോഴാണ് തൻ്റെ കുടുംബം ജീവനോടെ ഉണ്ടെന്ന് അയാൾ മനസ്സിലായത്. ഒരു വീഡിയോ കോളിലൂടെയാണ് അയാൾ അത് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അബു സിദോ പറഞ്ഞത് ഇങ്ങനെയാണ്: അവളുടെ ശബ്ദം ഞാൻ കേട്ടു, എൻ്റെ മക്കളുടെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് വിവരിക്കാൻ കഴിയില്ല. അവർ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യയെയും മക്കളെയും ഞാൻ ജീവനോടെ കണ്ടു. മരണത്തിനിടയിലെ ജീവിതം ഒന്ന് സങ്കല്പിക്കുക. വളരെ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് അബു സിദോ അതിനെക്കുറിച്ച് പറയുന്നത്, ആ നിമിഷത്തിൽ പറയുന്നത്. കുടുംബം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത മാനസികാവസ്ഥയിൽ പോയ ആ മനുഷ്യൻ കുടുംബത്തെ നേരിട്ട് കണ്ടിട്ടും പിന്നെയും സമയമെടുത്തു മാനസികമായി പൊരുത്തപ്പെടാൻ എന്നാണ് റോയിറ്റേഴ്സിനോട് പിന്നീട് പറഞ്ഞത്. 2024 മാർച്ച് 18 വടക്കൻ ഗാസയിലെ ഷിഫ ആശുപത്രിയിൽ വെച്ചാണ് ഷാദിയെ നിയമവിരുദ്ധ പോരാളികളെ അറസ്റ്റ് ചെയ്യുന്ന നിയമം അനുസരിച്ച് ഇസ്രയേലി സൈന്യം പിടികൂടിയത്. അവർക്ക് തോന്നുന്നവരെല്ലാം നിയമവിരുദ്ധരാക്കുന്ന കിരാത നിയമമാണ് ഇത്. ഈ നിയമമാണ് ഇസ്രയേൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും എല്ലാം എടുത്ത് പ്രയോഗിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യരെ എല്ലാം പിടിച്ചുകൊണ്ടു പോകുന്നത് ഈ നിയമം ഉപയോഗിച്ചാണ്. അഭിഭാഷകരെ സമീപിക്കാൻ കഴിയില്ല. കുറ്റപത്രം സമർപ്പിക്കുകയോ വിചാരണ നടത്തുകയോ ചെയ്യാതെ എത്രയോ നാൾ വേണമെങ്കിലും തടവിൽ വയ്ക്കാം. ഹമാസ് പ്രവർത്തകരെ ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ തടവിലാക്കുന്നത്. സാധാരണക്കാരെയാണ്, തീർത്തും സാധാരണക്കാരെയാണ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന മനുഷ്യരെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. 2023 ഒക്ടോബർ 7 ശേഷം അല്ല ഇങ്ങനെ ആളുകളെ തടവിലാക്കിയത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പും ആയിരങ്ങൾക്ക് നേരെ അനധികൃതമായി ഇസ്രയേലി സേന ഈ നിയമം പ്രയോഗിച്ചിട്ടുണ്ട്. ജയിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശ്മശാനമായിരുന്നു ഞാൻ ഗാസയിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ തോന്നിയെന്നാണ് അബു സിദോ തൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് പറഞ്ഞത്. അബുവിനൊപ്പം ഏകദേശം 1700 തടവുകാരെയാണ് ഇസ്രയേൽ സേന മോചിപ്പിച്ചത്. അപ്പോഴും 2673 പലസ്തീനികൾ നേരത്തെ പറഞ്ഞ കിരാത നിയമപ്രകാരം ഇസ്രയേൽ ജയിലുകളിൽ ഇനിയുമുണ്ട് എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പോയാൽ, യുദ്ധാനന്തരം ഗാസയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നത് ഇസ്രയേൽ പിന്തുണയുള്ള ചില സായുധ ഗ്രൂപ്പുകളാണ്. അതാണ് ഞാൻ പറഞ്ഞ കുരുക്ക്. ഇവരും ഹമാസുമായുള്ള ഏറ്റുമുട്ടലിലാണ് മാധ്യമപ്രവർത്തകൻ സാലിഹ് അൽ ജഫ്രാവി കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുള്ള സാഹചര്യം റിപ്പോർട്ട് ചെയ്യാനായി ഗാസ സിറ്റിയിലെ അൽ സബ്ര എന്ന പ്രദേശത്തേക്ക് പോയതാണ് ഈ സാലിഹ്. പ്രസ് വസ്ത്രം അണിഞ്ഞിരുന്ന സാലിഹിനെ
ഡോഗ്മുഷ് ക്ലാൻ എന്ന ഗാസ സ്ട്രിപ്പിലെ ഏറ്റവും വലിയ കുടുംബത്തിന്റെ സായുധ ഗ്രൂപ്പാണ് വെടിവെച്ചത്. ഹമാസും ഈ ക്ലാൻ ഗ്രൂപ്പുമായുള്ള ഏറ്റുമുട്ടലിൽ 52ഓളം പേർ അന്ന് മരിച്ചു എന്നാണ് റിപ്പോർട്ട്. അതായത് വെടിനിർത്തൽ നിലവിൽ വന്ന അന്നത്തെ ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഇവർക്ക് ഇസ്രയേൽ, ഈ സായുധ ഗ്രൂപ്പിന് ഇസ്രയേൽ ആയുധങ്ങളും മറ്റും നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഗാസ സ്ട്രിപ്പിലെ ഒറ്റുകാരെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസും ഇവരും തമ്മിൽ നേരത്തെ തന്നെ ശത്രുതയിലാണ്. 2007 ഗാസ ഹമാസ് കീഴടക്കിയതിനു ശേഷം നിരവധി തവണ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രയേൽ അധിനിവേശ സമയത്ത് ഇവർ നിശബ്ദരായിരുന്നു. ഇപ്പോൾ വീണ്ടും ഹമാസ് ഗാസ സിറ്റിയിൽ സജീവമായപ്പോൾ അവരെ ഈ സായുധ ഗ്രൂപ്പ് തുടർച്ചയായി ആക്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതുപോലെ നിരവധി ഇസ്രയേൽ അനുകൂല സായുധ സംഘങ്ങൾ ഗാസ സിറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവർക്കെല്ലാം ഇസ്രയേൽ ആയുധം നൽകി സഹായിക്കുന്നുണ്ട് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയതുമാണ്. ഈ ഡോഗ്മുഷ് ക്ലാൻ ഗ്രൂപ്പിനെ പോലെ യാസർ അബു ഷബാബ് എന്നയാളുടെ പോപ്പുലർ ഫോഴ്സസ്, സ്ട്രൈക്ക് ഫോഴ്സ് എഗെയിൻസ്റ്റ് ടെറർ, ഹെല്ലിസ് ആൻഡ് ജുഡായ ക്ലാൻസ്, ഇങ്ങനെ തുടങ്ങി ഗ്രൂപ്പുകൾ ഇസ്രയേൽ സേന പിൻവാങ്ങിയതോടെ ഗാസയിലെ വിവിധ മേഖലകളിൽ സജീവമായിരിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയുടെ ഭാവി ഭരണകൂടം തൻ്റേതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആൾ കൂടിയാണ് യാസർ അബു ഷബാബ്. അതായത് അയാൾക്ക് അധികാര മോഹം കൂടി ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹമാസ് എന്ന പേരിൽ ഗാസയിലേക്ക് വരുന്ന സഹായ ട്രക്കുകൾ കൊള്ളയടിക്കുന്നതും ഇത്തരം ചില ഗ്രൂപ്പുകളാണ്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവർ കവർച്ചയും ചെയ്യുന്നുണ്ട്. യുഎന്നിൻ്റെ കണക്ക് പ്രകാരം 2025 മാർച്ചിന് ശേഷം നടന്ന 70% കൊള്ളയ്ക്ക് പിന്നിലും ഇത്തരം ഗ്രൂപ്പുകളായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഗാസയിലെ ജനങ്ങൾക്ക് എന്ന പേരിൽ ഈ സായുധ ഗ്രൂപ്പുകൾക്ക് ഇസ്രയേലും അമേരിക്കയും വൻതോതിൽ ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് സ്കൈ ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്കൈ ന്യൂസ് ഈ അന്വേഷണം നടത്തിയത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാറുകളും തോക്കുകളും കള്ളക്കടത്ത് നടത്താൻ ഇസ്രയേലി സൈന്യം ഇത്തരം ഗ്രൂപ്പുകളെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നും സ്കൈ ന്യൂസിന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു. തെക്കൻ ഗാസയിൽ 50ഓളം ഹെക്ടറിലായി ഇവർക്കായി വില്ലകൾ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇവിടെ യഥേഷ്ടം ഭക്ഷണ സാധനങ്ങളും അത്യാധുനിക ഉപകരണങ്ങളും ഇസ്രയേൽ എത്തിച്ച് നൽകുന്നുമുണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം, ഗാസയിലെ മറ്റു ഭാഗങ്ങൾ ഇസ്രയേൽ സേന ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഇവിടെ വില്ലകൾ നിർമ്മിച്ച് കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? ഈ കൊള്ള സംഘത്തിന്. പള്ളികളും സ്കൂളുകളും ഇവർക്ക് പണിത് നൽകിയെന്നും സ്കൈ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിൽ ഉടനീളം ആയിരങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ അംഗമായി എന്നാണ് കണക്ക്. കറാം ഷലോം വഴി ഗാസയിലേക്ക് പ്രവേശിക്കുന്ന തന്ത്രപ്രധാന സ്ഥലത്താണ് ഇതിലെ പ്രധാന ഗ്രൂപ്പ് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. കൊള്ള സംഘങ്ങളുടെ ഇടനാഴി എന്ന് സന്നദ്ധ പ്രവർത്തകർ തന്നെ വിളിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അതായത് എളുപ്പം കൊള്ള നടത്താൻ പറ്റിയ പ്രദേശം തിരഞ്ഞെടുത്താണ് ഇത്തരം ഗ്രൂപ്പുകളെ ഇസ്രയേൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹായ ട്രക്കിൽ നിന്ന് ഇവർ ധാന്യങ്ങളും ചാക്കുകളും കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ ഔദ്യോഗികമായി നിരോധിച്ച സിഗരറ്റ് കള്ളക്കടത്ത് നടത്തിയാണ് ഇവർ വരുമാനം ഉണ്ടാക്കുന്നത് എന്നാണ് UN കണ്ടെത്തിയിട്ടുള്ളത്. നോട്ടുകെട്ടുകളുടെ കൂമ്പാരങ്ങളും വലിയ സിഗരറ്റ് പെട്ടികളും സ്കൈ ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട്. ഇത്തരം സായുധ ഗ്രൂപ്പുകളിലൂടെ ഇസ്രയേൽ എന്താണ് ലക്ഷ്യമിടുന്നത്? ഗാസയിൽ പ്രശ്നമുണ്ടാക്കി, വിഭജനമുണ്ടാക്കി കീഴടക്കാം എന്നാണ് ഇസ്രയേലിൻ്റെ തന്ത്രം. അതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ കൊണ്ട് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് ഗാസയിൽ അസ്ഥിരത സൃഷ്ടിക്കുക, അതിലൂടെ ഗാസ കീഴടക്കുക എന്നത് തന്നെയാണ്. ഇത്തരം ഗ്രൂപ്പുകളുടെ ചാരന്മാരെ കണ്ടെത്തിയാണ് ഹമാസ് പരസ്യമായി വധിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് പലസ്തീനികളെ ഹമാസ് വധിച്ചു എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അതല്ല സത്യമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹമാസ് ചെയ്ത പ്രവൃത്തികളെ പൂർണ്ണമായി ന്യായീകരിക്കുകയല്ല, പക്ഷേ ഇത്തരം ചില നീക്കങ്ങൾ ഗാസയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വെടിനിർത്തൽ നടപ്പാക്കിയെന്ന് ഇസ്രയേൽ പറയുമ്പോഴും ഗാസയിലേക്ക് മടങ്ങുന്നവരുടെ നേർക്ക് ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞ സായുധ സേനകളും ഇത്തരം മനുഷ്യരെ ആക്രമിക്കുന്നുണ്ട്. അതായത് കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഗാസയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങളാണ് ഇസ്രയേൽ പിന്തുണയോടെ നടക്കുന്നത്. അന്താരാഷ്ട്ര സംരക്ഷണ സേന ഗാസയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമോ എന്നാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. ഗാസയിലെ ജനങ്ങളും ഹമാസും ഇത്തരം സായുധ ഗ്രൂപ്പുകളുടെ നീക്കങ്ങളെ ശക്തമായി ചെറുക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്താകും കാര്യങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ
വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.